عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനാദരവുകൾ നിറഞ്ഞ സുഹൃത്തുക്കൾ, സഹോദരന്മാർ, വിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ 4-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അൽഹംദുലില്ലാഹ്. വിശുദ്ധ ഖുർആനിൻ്റെ ഏതാനും ചില ഏടുകൾ നമ്മളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ റമദാനും നോമ്പും തമ്മിൽ, വിശുദ്ധ ഖുർആനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനിലെ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന ആയത്ത് ആണ് നമ്മൾ ഇവിടെ പാരായണം ചെയ്തത്, വിശദീകരിച്ചത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. വഇദാ ഖാതബഹും, അല്ലാഹുവിൻ്റെ അടിമകളുടെ പ്രത്യേകത, അവർ അറിവില്ലാത്ത ആളുകളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ ഖാലൂ സലാമ, അവരോട് സംസാരിക്കാൻ നിൽക്കാതെ, അവരോട് വാഗ്വാദത്തിന് ഏർപ്പെടാതെ ആ വഴിയിൽ നിന്നും മാറി സഞ്ചരിക്കും, മറ്റു മേഖലകൾ തേടിപ്പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അഥവാ കഥയില്ലാത്തവരുടെ സംസാരത്തിന് വെറുതെ ചെവി കൊടുത്ത് സമയം കളയേണ്ടെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിവരക്കേടുകൾ വിളമ്പുന്ന ആളുകൾക്ക് വെറുതെ ചെവി കൊടുത്ത് നമ്മുടെ അവയവങ്ങളെ വെറുതെ ബത്സിക്കരുതെന്ന് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്. അത് അള്ളാഹുവിൻ്റെ അടിമകളുടെ പ്രത്യേകതയാണെന്നും വിശുദ്ധ ഖുർആൻ തന്നെ വഇബാദുർ റഹ്മാൻ എന്ന പ്രയോഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അടിമയുടെ പ്രത്യേകത നന്മയിൽ മാത്രം നാവിനെ കൊടുക്കുക, നന്മ പറയുന്നവരോട് തിരിച്ചു സംസാരിക്കുക, നന്മ പറയാത്തവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ സമയം മറ്റു കാര്യങ്ങൾക്കു വേണ്ടി വ്യാപൃതരാകുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം. നമ്മുടെ സംസാരത്തിലുള്ള ശ്രദ്ധ നമ്മുടെ നാക്കിനെ ശുദ്ധി വരുത്തും. നമ്മുടെ നാക്കിൻ്റെ ശുദ്ധി നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയുടെ ഭാഗമായി വരും. വേണ്ടാത്ത വിഷയങ്ങളിലേക്കുള്ള നമ്മുടെ നാവിൻ്റെ ഇടപെടൽ നമ്മുടെ നാവിനെയും നമ്മുടെ ഹൃദയത്തെയും മലീമസമാക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നത്. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, മൻ നജാതു യാ റസൂലല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ രക്ഷയുടെ മാർഗമായി, കവചമായി പറയുന്നുണ്ട്. നല്ല രീതിയിൽ നിസ്കരിക്കണം, വേണ്ടയാളുകളെ സഹായിക്കണം, നന്മകൾ കൽപ്പിക്കണം, തിന്മയിൽ നിന്ന് നീ മാറി നിൽക്കണം, രാത്രി സമയങ്ങളിൽ നീ കൂടുതൽ നിസ്കരിക്കണം, രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, പകൽ സമയങ്ങളിൽ വേണ്ടുവോളം നീ നോമ്പെടുക്കണം എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകമോചനത്തിൻ്റെ മാർഗങ്ങളായി ധാരാളം കാര്യങ്ങൾ നിർദ്ദേശിച്ചു. അക്കൂട്ടത്തിൽ അവസാനമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിങ്ങനെ പിടിച്ചുകൊണ്ട് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അംസിക് അലൈക ലിസാനക്. ഓ ആമിർ, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം എന്ന്
പ്രത്യേകമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ഈ പറഞ്ഞ നോമ്പ്, നിസ്കാരം, ഹജ്ജ്, സകാത്ത്, സ്വതക്കകൾ ഇതിനെയൊക്കെ വകഞ്ഞു മാറ്റി ഇതിനെയൊക്കെ വ്യാപിപ്പിച്ചു കൊടുക്കുന്ന, അതൊക്കെ സ്വീകാര്യമാവാൻ വേണ്ടത് നമ്മുടെ നാവിനെ സൂക്ഷിക്കലാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഹജ്ജ്, നമ്മുടെ നോമ്പ്, നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ ഏതേതു കാര്യങ്ങളും നമ്മുടെ നാവ് കൊണ്ട് നഷ്ടപ്പെട്ടു പോവാൻ മാത്രം അത് കാരണമാകുമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന നന്മകളുടെയൊക്കെ ആവരണമെന്നോണം അത് നിന്റെ നാവാണ്, ആ നാവിനെ നീ നല്ലോണം സൂക്ഷിച്ചോളണമെന്ന് മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുന്നുണ്ട്. അഥവാ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, നന്മ പറയുന്നവരോട് ഓരം പറ്റി നിൽക്കുക, തിന്മ പറയുന്നവരിൽ നിന്നും അകന്നു നിൽക്കുക, വേണ്ടാത്ത വ്യാപൃതമായ സംസാരങ്ങളിൽ നാം ഒന്നും അകപ്പെടാതെ മാറി നിൽക്കുക എന്നുള്ള വലിയ ചിന്ത. ആ ചിന്ത നമ്മുടെ നാവിനെ സംരക്ഷിക്കും, ആ നാവ് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കും. ആ ഹൃദയം കൊണ്ടുള്ള നാവിനോട് നമ്മൾ ചെയ്ത സമരത്തിൽപ്പെടുന്ന ഈ പിടിച്ചു വെക്കുക എന്നുള്ള സമരം നമ്മുടെ ഹൃദയത്തിൻ്റെ സമരമാണ്. ആ ഹൃദയം നന്നാവാൻ എല്ലാം കാരണം ഈ നാവിനെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ്. അങ്ങനെ നാവിനെ സംരക്ഷിച്ചാൽ നമ്മുടെ മുഴുവൻ ആരാധനാ കർമ്മങ്ങളും സുഹൃതങ്ങളായി എണ്ണപ്പെടും. കാരണം നമ്മൾ ഹജ്ജ് ചെയ്തു എന്നുള്ള കാര്യം മറ്റൊരാളോട് നമ്മൾ അഹന്തയോടെ പറഞ്ഞാൽ തന്നെ നമ്മുടെ ഹജ്ജിൻ്റെ കൂലി മുഴുവനും നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ആരാധനാ കർമ്മങ്ങളുടെ മുഴുവൻ കൂലിയും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വേണ്ടിടത്തു മാത്രം സംസാരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമുൽ ഉമ്മ, നമ്മുടെയൊക്കെ ഇമാമാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ജീവിതം വല്ലാത്ത ജീവിതമാണ്. അറിവിൻ്റെ വിഹായസിൽ ഇത്രയേറെ പ്രശോഭിച്ച സ്വഹാബത്തിനു ശേഷം മറ്റൊരു ഉലമാ ലോകത്തുണ്ടോ, ആബിദ് ലോകത്തുണ്ടോ എന്ന് സംശയമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ കുറിച്ച് പറഞ്ഞത് ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദി ഇൽമ, ലോകത്തൊരു പണ്ഡിതൻ വരാനുണ്ട്, ലോകത്ത് അറിവ് കൊണ്ട് നിറക്കും ആ മഹാമനീഷി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അരുളിയവരാണ് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു കവിത പറയുന്നുണ്ട്. യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബുഹിൻ വഅക്റഹു അൻ അകൂന ലഹു മുജീബ യസീദു സഫാഹതൻ വഅസീദു ഹിൽമ കഊദിൻ സാദഹുൽ ഇഹ്റാഖു തീബ. രണ്ടു വരി കവിതാ ശകലങ്ങൾ വളരെ വ്യാപകമായ അർത്ഥ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നുണ്ട്, യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബുഹിൻ, എന്നോട് വിഡ്ഢിയായ മനുഷ്യൻ വേണ്ടാത്തരങ്ങൾ മുഴുവനും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വഅക്റഹു അൻ അകൂന ലഹു മുജീബ, അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കാൻ ഞാൻ വല്ലാതെ വെറുക്കുന്നു, എനിക്കതിന് സാധിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കാൻ വല്ലാതെ വെറുത്തു പോകുന്നു. യസീദു സഫാഹതൻ വഅസീദു ഹിൽമ, അദ്ദേഹത്തിൻ്റെ പൊട്ടത്തരങ്ങൾ ആവനാഴിയിൽ എത്രത്തോളം നിറച്ചിട്ടുണ്ടോ അതൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴും വഅസീദു ഹിൽമ, ഞാൻ സഹനം കൈവരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാനതിനൊന്നും മറുപടി പറഞ്ഞില്ല, ഞാനതിനൊന്നും ഉത്തരം കൊടുത്തില്ല. ഏതുപോലെ മഹാനവറുകൾ ഉദാഹരിക്കുന്ന ഏറ്റവും സവിഷ്ടമായ ഒരു ഉദാഹരണം കഊദിൻ സാദഹുൽ ഇഹ്റാഖു തീബ, സുഗന്ധദ്രവ്യം പുകയിപ്പിക്കുന്ന കൊള്ളിക്കഷ്ണം, അതിൻ്റെ കരിച്ചിൽ, അതിനെ കത്തിക്കൽ കൂടുന്തോറും എത്രത്തോളം സുഗന്ധം മറ്റുള്ളവർക്ക് പരത്തുമോ അതുപോലെ ഞാൻ മൗനദീക്ഷിതനായി ഇരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മഹാനായ ഇമാമുൽ ഉമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, മഹാനവറുകൾ ഉദാഹരിച്ച ഉദാഹരണം വളരെ വിലപ്പെട്ടതാണ്, ഏറ്റവും സൗന്ദര്യാത്മകമാണ്.
നമ്മൾ പുകയിപ്പിക്കുന്ന ഊത്, കൊള്ളിക്കഷ്ണം, അത് കത്തൽ കൂടുന്തോറും പുക വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഞാൻ എൻ്റെ സഹനത്തെ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാതെ, വേണ്ടാത്ത സംസാരങ്ങളുമായി വന്നവരോട് മറുപടി പറയാതെ ഞാൻ സഹനം കൈകൊണ്ടതുകൊണ്ട് തന്നെ എന്നെ ശ്രദ്ധിക്കാനും എന്നെ കേൾക്കാനും ധാരാളം ആളുകളുണ്ടായി. എൻ്റെ അറിവുകൾ പകരാൻ ലോകത്ത് ധാരാളം ആളുകളുണ്ടായി. പിൽക്കാലം അങ്ങനെ തന്നെ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ വിലയിരുത്തുകയും ചെയ്തു. ലോകത്ത് അറിവിൻ്റെ വിഹായസിൽ ഇത്രത്തോളം പ്രശോഭിച്ച മഹാമനീഷിയുണ്ടോ എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയാത്ത വിധം മഹാനവറുകൾ പ്രശോഭിച്ചിട്ടുണ്ട്. അള്ളാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തിക്കൊടുത്ത് അവിടുത്തെ ആ വലിയ സ്നേഹമുള്ള ആ ഒരു പാതയിലേക്ക് നമ്മെ അടുപ്പിച്ചു തരുമാറാവട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് വലിയ വിപ്ലവങ്ങളാണ് പിറക്കേണ്ടത്. ഒരിക്കലും അന്യൻ്റെ മുമ്പിൽ നമ്മുടെ നാക്ക് വെച്ചു കൊടുത്ത് നമ്മൾ ഒരിക്കലും പൊട്ടത്തരത്തിൽ നമ്മൾ ഒരിക്കലും വീഴാൻ പാടില്ല. മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു യാത്ര ചെയ്യുന്ന വേളയിൽ ഒരാൾ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് നിസ്കരിക്കുന്നതായി മഹാനവറുകൾ ശ്രദ്ധിച്ചു. ഔലിയാക്കന്മാരിൽ പ്രധാനിയാണ് മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ നടന്നു പോകുമ്പോൾ നിസ്കരിക്കുന്ന ഒരാൾ, അദ്ദേഹം തരിശായ ഭൂമിയിൽ ഇരുന്ന് നിസ്കരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ ഹബീബി. നിസ്കരിച്ച് അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായ ഈ മനുഷ്യൻ സലാം മടക്കാൻ കൂട്ടാക്കിയില്ല. മറിച്ച് അദ്ദേഹം തൻ്റെ വിരലുകളെ കൊണ്ട് താനിരിക്കുന്ന മണൽത്തരയിൽ ഇങ്ങനെ എഴുതി. എന്താണ് അദ്ദേഹം എഴുതിയത്? അത് മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു കവിതാ ശകലങ്ങളായി നമ്മോട് പറയുന്നുണ്ട്. മുനിഅൽ ലിസാനു മിനൽ കലാം, സംസാരിക്കൽ വിലങ്ങപ്പെട്ടിരിക്കുന്നു. ലിഅന്നഹു ഹദഫുൽ ബലാഇ വജാലിബുൽ ആഫാതി, കാരണം സംസാരമെന്നുള്ളത് എല്ലാ പ്രശ്നങ്ങളുടെയും ഹേതുവാണ്. വജാലിബുൽ ആഫാത്ത്, മുഴുവൻ മുസീബത്തുകളെയും വലിച്ചു കൊണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രയാസമുള്ള സംഗതിയാണ് സംസാരമെന്നുള്ളത്. അദ്ദേഹം ആ മണലിൽ എഴുതി കാണിക്കുകയാണ്. മാത്രമല്ല ഫഇദാ നതഖ്ത ഫഖുല്ലി, റബ്ബിക ദാകിറ, മഹാനവറുകൾ പറയുന്നുണ്ട്, നീ സംസാരിക്കാൻ തുടങ്ങിയാൽ നീ ഫഖുല്ലി റബ്ബിക ദാകിറ, അല്ലാഹുവിനെ കുറിച്ച് പറയാൻ സമയം കണ്ടെത്തുക, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ സമയം കണ്ടെത്തുക. അല്ലാഹുവിനെ കുറിച്ചും അവൻ പഠിപ്പിച്ച അറിവിനെ കുറിച്ചും അവൻ്റെ അംബിയാഇനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും നീ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ലാ തൻസഹു വഹ്മദ് ഫിൽ ഹാലാതി, എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, അദ്ദേഹം ഈ മണൽത്തരിയിൽ എഴുതി വെച്ച അവസാനം, അള്ളാഹുവിനെ നീ ഓർക്കാതിരിക്കാൻ പാടില്ല. മുഴു സമയവും അള്ളാഹുവിനെ നീ ഓർത്തുകൊണ്ടിരിക്കുക. മാത്രമല്ല വഹ്മദുഹു ഫിൽ ഹാലാതി, ഏതു അവസ്ഥകളുണ്ടോ, നമ്മുടെ അവസ്ഥകൾ മാറി മാറി മറിയാം, അവിടെയൊക്കെ നീ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കണം. നമുക്ക് പ്രയാസങ്ങൾ വരുന്ന ഘട്ടമുണ്ട്, ആ സമയത്ത് നാം അള്ളാഹുവിനെ ശപിക്കാൻ പാടുള്ളതല്ല. നമുക്ക് നന്മകൾ കൈവരുന്ന ഘട്ടങ്ങളുണ്ട്, ആ സമയത്ത് നാം അള്ളാഹുവിനെ മറന്നു പോവാനും പാടില്ല. ഏതു സമയം നമുക്കുണ്ടോ, ഷർറാണെങ്കിലും നന്മകളാണെങ്കിലും, ആ സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കാൻ നീ സമയം കണ്ടെത്തണമെന്ന് മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യത്തിനുത്തരമായി മണലിൽ ഈ മഹാമനീഷി എഴുതി കാണിക്കുകയാണ്. അദ്ദേഹം അപ്പോഴും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്നതാണ് ഏറ്റവും വലിയ ചരിത്രം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ച നാക്കിനെ സൂക്ഷിക്കണമെന്ന് മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണമെന്ന് ഗൗരവസ്വരത്തിൽ പറഞ്ഞതിൻ്റെ താല്പര്യവും ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഹൂനർ റാകിഊനസ് സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ വൽ ഹാഫിദൂന ലിഹുദൂദില്ലാഹി വബശ്ശിരിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആന്റെ ഏറ്റവും മഹിതമായ പ്രഖ്യാപനം,
സ്വർഗം കൊണ്ട് സന്തോഷമറിയിക്കേണ്ട വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണെന്ന് വിശുദ്ധ ഖുർആൻ എണ്ണി എണ്ണി പറയുകയാണ്. അത്തായിബൂൻ, അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണ്. വല്ല തിന്മയും തൻ്റെ പക്കലിൽ നിന്നും വന്നുപോയോ എന്ന പേടിയിൽ അള്ളാഹുവിലേക്ക് ഏത് സമയവും പടച്ച റബ്ബേ എനിക്ക് പുറത്തു തരണം, ഞാൻ വീഴ്ചകൾ പറ്റിപ്പോയവനാണ്, വീഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കുന്നവനാണ്, എനിക്ക് മാപ്പു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിത്വം, അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അൽ ആബിദൂൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിനു മാത്രം വെച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വജ്ഹിന് മാത്രം വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നവർ, നോമ്പെടുക്കുന്നവർ, ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ, ആരും കാണാൻ വേണ്ടിയല്ല, ആരുടെയും മുഖസ്തുതിക്കു വേണ്ടിയുമല്ല നാം നിസ്കരിക്കുന്നത്, നാം നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ആ രൂപത്തിലുള്ള നിസ്കാരം, ആ രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ ആരൊക്കെ നിർവഹിക്കുന്നുവോ അവരാണ് വിശുദ്ധ സ്വർഗം കൊണ്ട് സന്തോഷമറിയിക്കപ്പെട്ടവർ. മാത്രമല്ല അൽ ഹാമിദൂൻ, നേരത്തെ മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ആ മഹാൻ പറഞ്ഞത്, നിനക്ക് ശർറ് വന്നാലും നിനക്ക് നന്മകൾ വന്നാലും നീ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നു അൽ ഹാമിദൂൻ, ഏതു കാര്യങ്ങളിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നവൻ. നമുക്ക് നല്ല ഒരു കുഞ്ഞു പിറന്നു, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അന്നേരം നമ്മൾക്ക് വല്ല ആപത്തും വന്നു, വല്ല രോഗങ്ങളും വന്നു കഴിഞ്ഞാൽ, വല്ല അപകടത്തിലും പെട്ടുകഴിഞ്ഞാൽ അവിടെയും നമ്മൾ അൽഹംദുലില്ലാ പറയണമെന്ന് മഹാന്മാരായ ഉലമാ, പണ്ഡിതന്മാർ, വിശുദ്ധ ഖുർആൻ അടക്കം നമ്മെ അറിയിക്കുന്നുണ്ട്. കാരണം നമുക്ക് വന്നത് മറ്റുള്ളവരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് വളരെ ലഘുവായിരിക്കാം, വളരെ ചെറുതായിരിക്കാം. പടച്ച റബ്ബേ നീ എനിക്ക് വലുത് തന്നില്ലല്ലോ, ചെറുതല്ലേ തന്നത്, അൽഹംദുലില്ലാ എന്നു പറഞ്ഞ് നാം അള്ളാഹുവിനെ സ്തുതിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അസ്സായിഹൂൻ, അള്ളാഹുവിന് വേണ്ടി മാത്രം, അവൻ്റെ പ്രീതിക്കു വേണ്ടി മാത്രം നോമ്പനുഷ്ഠിക്കുന്നവർ, ജിഹാദ് നടത്തുന്നവർ. അർറാക്കിഊൻ, അള്ളാഹുവിന് വേണ്ടി മാത്രം നിസ്കാരത്തിൽ റുക്ഉ നിർവഹിക്കുന്നയാളുകൾ. അസ്സാജിദൂന, സുജൂദ് ചെയ്യുന്നയാളുകൾ. മാത്രമല്ല അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുന്നവർ, അതുപോലെ തന്നെ തിന്മ കൊണ്ട് വിരോധിക്കുന്നയാളുകൾ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നന്മ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരാളോട് നീ കള്ളു കുടിക്കരുത്, നീ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്ന് നമുക്ക് അവനോട് അവൻ്റെ ശൈലിക്കനുസരിച്ചും നമ്മുടെ സേഫ്റ്റിക്കനുസരിച്ചും നമുക്ക് പറയാവുന്നതാണ്. അത് നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. മാത്രമല്ല വന്നാഹൂന അനിൽ മുൻകർ, വേണ്ടാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തടയാൻ കഴിയുമെങ്കിൽ സ്വശരീരം കൊണ്ട് തടയാൻ കഴിയണം, കൈകൊണ്ട് തടയാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ അവനെ വെറുക്കുകയെങ്കിലും വേണമെന്ന് ഹദീസ് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് തുടങ്ങി, നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് തുടങ്ങി നന്മ കൊണ്ടുള്ള കൽപ്പനയും വേണ്ടാത്ത കാര്യങ്ങളോടുള്ള വിരോധനയും ഉണ്ടാവണമെന്നാണ് വിശുദ്ധ ഖുർആൻ സ്വർഗം കൊണ്ട് സന്തോഷമറിയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എണ്ണിയവരിൽ നന്മ കൽപ്പിക്കുന്നവരെ, തിന്മ വിരോധിക്കുന്നവരെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ കാലം, നമ്മുടെ കാലം എത്രയോ അവജ്ഞയോടുകൂടെ നമ്മൾ കാണുന്ന ഒരു ഘട്ടം വന്നിരിക്കുകയാണ്. എവിടെയും പ്രയാസങ്ങൾ. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ സ്കൂളിലേക്ക് പറഞ്ഞുവിടാൻ കഴിയാത്ത ഘട്ടം വരുന്നു. നമ്മുടെ പൊഞ്ചോമന മക്കളെ കുഞ്ഞിളം പ്രായത്തിൽ നാം പറഞ്ഞുവിടുന്ന സ്കൂളുകളിൽ വരെ ലഹരി നുണയാൻ പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഘട്ടം. ഇവിടെ നമുക്ക് ഒരിക്കലും നമ്മുടെ നാവിനെ പിടിച്ചു വെക്കേണ്ട ഘട്ടമല്ല. പറയേണ്ട സമയമാണ്, നമ്മളവിടെ പറഞ്ഞേ മതിയാകൂ. അല്ല, നമുക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മളവിടെ സമരത്തിൻ്റെ മുമ്പിലുണ്ടാവണം. ഏതു രൂപത്തിൽ നമ്മുടെ മക്കളെ മറ്റു നന്മയുടെ കോളേജുകളിലേക്ക്, നന്മയുടെ ഇടങ്ങളിലേക്ക് കൊണ്ടു ചേർത്തുകൊണ്ട് നമ്മുടെ മക്കളെ സംരക്ഷിക്കണം, നമ്മുടെ നാടിനെ സംരക്ഷിക്കണം. പറയേണ്ടിടത്ത് നമ്മൾ പറഞ്ഞില്ല എങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ നാക്ക് സംസാരിക്കും, നമ്മുടെ കൈ സംസാരിക്കും, നമ്മുടെ ഹൃദയങ്ങൾ സംസാരിക്കും, നമ്മുടെ സ്വശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഘട്ടം വരും. അതുകൊണ്ട് ഈ കെട്ടകാലത്തിൽ നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള ലഹരികളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മുടെ മക്കളുണ്ടോ, നമ്മുടെ പെൺമക്കളുണ്ടോ, നമ്മുടെ കൂട്ടുകാരുണ്ടോ, നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകളുണ്ടോ, അവരെയൊക്കെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടങ്ങളിൽ നടക്കുകയെങ്കിലും വേണം. ആ ശ്രമങ്ങൾ നടന്നില്ല എങ്കിൽ തീർച്ചയായും അതിന് മറ്റു പരിഹാരങ്ങൾ
നമ്മുടെ കൂട്ടത്തിൽ നിന്നും നമ്മുടെ അടുത്തിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. ആ പരിഹാരങ്ങളിലും നിൽക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള കൂട്ടുമായി കുടുംബവുമായി സഹകരിക്കുക എന്നുള്ളത് നിർത്തിവെക്കേണ്ടി വരും. കാരണം നമ്മുടെ നാട് പോകുന്നത് വിപത്തിലേക്കാണ്, നമ്മുടെ കുടുംബം പോകുന്നത് അതിമാരകമായ വിഷാംശങ്ങളിലേക്കാണ് എന്ന് നമ്മളെല്ലാവരും ഇടക്കിടക്ക് ഓർക്കുന്നത് നന്നാകും. നമ്മെ നാളെ നമ്മുടെ കഴുത്തറുത്തുകൊണ്ട് റീൽസ് ഇടുന്ന ഘട്ടം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കൾ ഇന്ന് മൊബൈലിന് അഡിക്റ്റാണ്. നമ്മുടെ മക്കൾ ഇന്ന് ലഹരിയിൽ കുമ്പസരിക്കുന്ന ആളുകളാണ്. തീർച്ചയായും നമ്മളിവിടെ പ്രതിരോധമായിരുന്നില്ല എങ്കിൽ ഉമ്മയുടെ നന്മ വീട്ടിൽ നിന്ന് നിർവഹിക്കണം. ഒരുപ്പ എവിടെയാണോ അവരുടെ ഇടം, ആ ഇടത്തിൽ നിന്ന് തൻ്റെ മക്കളോട്, തൻ്റെ കൂട്ടുകാരോട്, തൻ്റെ കൂട്ടുകാരുടെ മക്കളോട് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ പറഞ്ഞുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം. അല്ല എങ്കിൽ അതിനുള്ള പോംവഴികൾ നമ്മുടെ നാട്ടുകൂട്ടം നടത്തേണ്ടതുണ്ട്. നമ്മുടെ നാട് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധ റമദാനിൽ അങ്ങനെയുള്ള നന്മയുള്ള പ്രതിജ്ഞ കൊണ്ട് നമ്മെ ഉണർത്തുമാറാവട്ടെ എന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഈ മിനിങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞ ഏറ്റവും ഫലപ്രദമായ 2 കാര്യങ്ങളാണ് അൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കുക, തിന്മ കൊണ്ട് വിരോധിക്കുക എന്നുള്ളത്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മളിവിടെ പറഞ്ഞു. മഹാനായ ഇമാം റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, മോനെ നിന്റെ ഉപ്പയുടെ പേരെന്താണ്? ശൈഖ് റിഫാഈ റളിയല്ലാഹു അൻഹു മകനോട് ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, നിന്റെ ഉപ്പയുടെ പേരെന്താണ്? ഈ സമയത്ത് ഈ കുട്ടിയുടെ തിരിച്ചുള്ള മറുപടി, എന്തിനാണ് എൻ്റെ ഉപ്പയുടെ പേര് ചോദിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കാര്യം? നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർത്തുകൂടെ? ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അപ്പടി ഒപ്പിയെടുത്ത കുഞ്ഞായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഒരു തിരിച്ചു ചോദ്യം. അഥവാ ഈ വെറുതെ എൻ്റെ ഉപ്പയുടെ പേര് ചോദിക്കുന്നതിന് പകരം ആ നാക്കുകൊണ്ട് നിനക്ക് അള്ളാഹുവിനെ ഓർത്തുകൂടെ എന്നാണ് കുട്ടി തിരിച്ചു ചോദിച്ചത് എന്നും ചരിത്രത്തിൽ മഹാനായ ഇമാം റിഫാഈ റളിയല്ലാഹു അൻഹു ഈ ചോദ്യം കേട്ട് വിഷമിച്ചുകൊണ്ട് തിരിച്ചുപോയി ആരാധനാ കർമ്മത്തിൽ മുഴുകിയെന്നും ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ നാവിനെ സൂക്ഷിച്ചില്ല എങ്കിൽ ആ നാക്ക് കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കാനും മറ്റുള്ളവരെ കുറിച്ച് എണ്ണി പറയുവാനും നമുക്ക് ധാരാളം സമയമുണ്ടാകും. നമ്മുടെ സമയങ്ങൾ നമ്മുടെ നാക്കുകൊണ്ട് നന്മക്കു വേണ്ടി മാത്രം വിലയിരുത്തിയാൽ, സമയം അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചാൽ തീർച്ചയായും നാക്കുകൊണ്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന്, അതുകൊണ്ട് അനുഭവിക്കുന്ന ശിക്ഷകളിൽ നിന്ന് നാളെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഒരിക്കലും സ്വർഗത്തിൽ നമീമത്ത് പറയുന്നവൻ, ആരാനെക്കുറിച്ച് ഏഷണി പരദൂഷണം പറയുന്നവൻ സ്വർഗത്തിൽ കടക്കില്ല എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രസിദ്ധമാണ്. ഒരു സ്വഹാബിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സ്വഹാബി സ്വർഗത്തിലാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു, അദ്ദേഹത്തിന്റെ പക്കലുള്ള പ്രത്യേകമായ ആരാധനകൾ വല്ലതുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് സ്വർഗമുള്ള സ്വഹാബിയാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ഞങ്ങൾ ചെയ്യാത്ത എന്തു ആരാധനയാണ് നിർവഹിക്കുന്നത് എന്നു കണ്ടെത്താൻ വേണ്ടി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ 3 ദിവസം താമസിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പക്ഷേ ഈ സ്വഹാബിയിൽ നിന്ന് സ്വഹാബികൾ ചെയ്യുന്ന കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് ഒന്നും ലഭിച്ചില്ല. 3 ദിവസവും കഴിയാറായപ്പോൾ ഒരതിഥിയുടെ സൽക്കാര സമയം 3 ദിവസമാണല്ലോ ഇസ്ലാം കൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ അവൻ തിരിച്ചു പോരണം. ആ കഴിഞ്ഞ സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ ഈ സ്വഹാബിയോട് നേരിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തുനബി അങ്ങയെക്കുറിച്ച് അങ്ങ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞു, എന്താണ് അങ്ങ് പ്രത്യേകമായി ചെയ്യുന്ന കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഈ സ്വഹാബി തന്നെ അത്ഭുത സ്തബ്ധനായി നിൽക്കുകയാണ്. മുത്തുനബി എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്തുകയാണ്. പക്ഷേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം ഓർത്തെടുത്തു പറഞ്ഞു, എൻ്റെ മനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ ഒരാളെക്കുറിച്ചും വേണ്ടാത്ത ഒരു വിചാരം എൻ്റെ മനസ്സിൽ ഇന്നുവരെ വന്നിട്ടില്ല. അതായിരിക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറയാനുണ്ടായ കാരണമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങളോട് ഈ സ്വഹാബി പ്രതികരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, സ്വർഗം ലഭിക്കാൻ നമ്മുടെ നാക്കു മാത്രമാണ് കാരണമെന്ന് മഹാനായ
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിൽ നിന്ന് പഠിച്ച സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അത് അപ്പടി സ്വീകരിക്കുന്നു. അവർ സ്വർഗം പുൽകുന്നു. നമുക്കും വിശുദ്ധമായ ജന്നാത്തിൽ ഒരുമിച്ച് കൂടാൻ അവസരങ്ങളുണ്ട്. ഈ വിശുദ്ധ റമദാനിൽ നാം എടുക്കുന്ന പ്രഖ്യാപനങ്ങൾ, നാം എടുക്കുന്ന പ്രതിജ്ഞകൾ, നാം എടുക്കുന്ന തയ്യാറെടുപ്പുകൾ, ആ തയ്യാറെടുപ്പുകൾക്കും പ്രതിജ്ഞകൾക്കും നിയ്യത്തുകൾക്കും വലിയ ഫലമുണ്ടാകും. റമദാനിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം പടച്ച റബ്ബ് ശരിവെക്കും. ആ ശരിവെച്ച തീരുമാനത്തെ നമ്മെ നയിക്കാനുള്ള വലിയ കരുത്തുണ്ടാകും. ആ കരുത്തുകൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ സ്വർഗത്തിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച വഴിയെ സഞ്ചരിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റമദാൻ നമുക്കേകിയത് ഈ ഉമ്മത്തെ രക്ഷപ്പെടണമെന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ്. ആ വിശുദ്ധ റമദാനിൽ ഒറ്റ രാവ് നമുക്ക് തന്നത് നമ്മൾ രക്ഷപ്പെടണമെന്നുള്ള ഏറ്റവും വലിയ ജിജ്ഞാസ, ഏറ്റവും വലിയ ആഗ്രഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേകമായ രാത്രി തന്നെ ഈ വിശുദ്ധ റമദാനിൽ സംവിധാനിച്ചത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാനിൽ ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരമായി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാവിനെയും നമ്മുടെ കണ്ണിനെയും നമ്മുടെ മറ്റു അവയവങ്ങളെയും ഹറാമിൽ നിന്ന് സംരക്ഷിക്കാനും നന്മയിലേക്ക് വഴിതിരിക്കാനും ഈ വിശുദ്ധ റമദാൻ കാരണമാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ചുകൂടലും ഈ പിരിയലും എല്ലാം നാളേക്കുള്ളതായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ അള്ളാഹു അനുഗ്രഹിച്ച തൃപ്തിപ്പെട്ട വിഭാഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, അവർ നമ്മെ കാണുന്നുണ്ടാവണം, അവർ നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവണം. അവർക്ക് വേണ്ടി ഈ വിശുദ്ധ റമദാനിൽ നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സദഖകൾ, ദാനധർമ്മങ്ങൾ, നന്മകൾ, നമ്മുടെ ആരാധനാ കർമ്മങ്ങളുടെ സവാബുകൾ അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ട് ആ നരകത്തിൽ നിന്ന് അവർക്കും നമുക്കും മോചന വേണം. വിശുദ്ധ ഹദീസ് നമ്മെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നിങ്ങളുടെ കുടുംബത്തെ കൂടെ നിങ്ങൾ രക്ഷിക്കണമെന്ന് അൻഫുസകും വ അഹ്ലീകും നാറ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ വരും തലമുറക്കും സ്വർഗം കിട്ടണം, നരകം ഹറാമാവണം. അള്ളാഹു ഈ വിശുദ്ധ ദിനത്തിൽ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഉദ്യമനം അള്ളാഹു നാളേക്കുള്ള വലിയ ഒരു സമ്പത്തായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും പ്രത്യേകം നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. എൻ്റെ ദുആയിൽ നിങ്ങളും ഉണ്ടാകും. അള്ളാഹു നമ്മെ എല്ലാവരെയും അവരുടെ ജന്നാത്തുൻ നഈമിൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.